നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭക്ഷണം കുറച്ച് മെലിഞ്ഞു. ജയിൽ ചാട്ടത്തിന് ഗോവിന്ദചാമി നടത്തിയത് മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങൾ. കൊടുങ്ങല്ലൂരിലെ TKS പുരത്ത് കാട്ടുപന്നി കിണറ്റിൽ വീണു. മാള കൊടവത്തുകുന്നിൽ വ്യാഴാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണ് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ തകർന്നു. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന മനക്കൊടി പുള്ള റോഡ് കഴിഞ്ഞ 2 മാസമായി വെള്ളം കയറി അടഞ്ഞുകിടക്കുന്നു. 15 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. വിശദമായ വാർത്തയിലേക്ക്. ഭക്ഷണം കുറച്ച് മെലിഞ്ഞു. ജയിൽ ചാട്ടത്തിന് ഗോവിന്ദചാമി നടത്തിയത് മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങൾ. ഗോവിന്ദചാമി ജയിൽ ചാടിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ശേഷം. മാസങ്ങളായി ഗോവിന്ദചാമി ജയിലിൽ ചോറ് കഴിച്ചിരുന്നില്ല. ശരീരഭാരം കുറയ്ക്കുന്നതിനായി ഡോക്ടറുടെ അടുത്തുനിന്നും എഴുതി വാങ്ങി. ചപ്പാത്തി മാത്രം കഴിച്ചു പോരുകയായിരുന്നു. സെല്ലിലെ 2 കമ്പികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത്. താഴത്തെ കമ്പികളാണ് മുറിച്ചത്. ജയിലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ നിന്നും ആക്സോ ബ്ലേഡ് സംഘടിപ്പിക്കുകയായിരുന്നു. ദിവസങ്ങളായി കുറച്ചായി കമ്പികൾ മുറിക്കാനുള്ള ശ്രമം നടത്തി. ഉപ്പുവെച്ച് കമ്പികൾ തുരുമ്പടിപ്പിച്ചതായും സംശയമുണ്ട്. പുലർച്ചെ അതീവ സുരക്ഷാ ജയിലിലെ 10ാം ബ്ലോക്കിൽ നിന്ന് സെല്ലിലെ കമ്പി അറുത്തുമാറ്റി ഗോവിന്ദചാമി ചാടി. സെല്ലിലെ ചുവരിനോട് ചേർന്നായിരുന്നു ഗോവിന്ദചാമി കിടന്നുറങ്ങിയത്. കനത്ത മഴയായതിനാൽ പുതച്ചു മൂടിയാണ് കിടന്നത്. കൊതുകുവലയും ഉണ്ടായിരുന്നു. ഗോവിന്ദചാമി കിടന്ന 10ാം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ല. 1:10 ഒരു വാർഡൻ വന്ന് ടോർച്ചടിച്ചു നോക്കിയപ്പോൾ പുതച്ചുമൂടിയ നിലയിൽ രൂപമുണ്ടായിരുന്നു. 2 വലിയ ഡ്രമ്മുകൾ വെച്ച് ഫെൻസിംഗ് കമ്പിയിൽ തുണികൾ കൂട്ടിക്കെട്ടിയാണ് കയറിയത്. ശേഷം ഇതേ തുണി താഴേക്കിട്ട് പിടിച്ചിറങ്ങുകയായിരുന്നു. ഉണക്കാനിട്ടിരുന്ന തുണികളും ഗോവിന്ദചാമി എടുത്തിരുന്നു. ജയിലിലെ വെള്ളവസ്ത്രം മാറ്റിയാണ് പുറത്തേക്കിറങ്ങിയത്. ഗോവിന്ദചാമിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചെന്നാണ് വിവരം. പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദചാമിയെ കാണാനില്ലെന്ന് മനസ്സിലാകുന്നത്. കൊടുങ്ങല്ലൂരിലെ TKS പുരത്ത് കാട്ടുപന്നി കിണറ്റിൽ വീണു. TKS പുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് തെക്ക് വശം വളവൻ സെയ്താവിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പുരയിടത്തിന്റെ മതിൽ ചാടിക്കടക്കുന്നതിനിടയിൽ കിണറ്റിൽ വീണതാണെന്നാണ് കരുതുന്നത്. കിണറിന് മുകളിൽ വിരിച്ചിരുന്ന നെറ്റിൽ കുരുങ്ങിയ നിലയിലാണ് കാട്ടുപന്നി. വീഴ്ചയ്ക്കിടയിൽ മുറിവേറ്റ് ചോര വാർന്നൊഴുകുന്നുമുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചതായി വാർഡ് കൌൺസിലർ KS ശിവറാം പറഞ്ഞു. മേത്തലയിൽ പലയിടങ്ങളിലും കാട്ടുപന്നികളുടെ ശല്യം ഏറി വരികയാണ്. കാട്ടുപന്നികൾ ഇരുചക്ര വാഹനങ്ങളുടെ കുറുകെ ചാടി അപകടമുണ്ടാക്കുകയും പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുന്നതും പതിവായി മാറുകയാണ്. കുറച്ചു കാലങ്ങളായിട്ട് സമീപ പ്രദേശങ്ങളിലും ഇവിടെയായിട്ട് രാത്രികാലങ്ങളിൽ ഈ കാട്ടുപന്നിയുടെ സാന്നിധ്യം വളരെയധികം കാണാറുണ്ട്. മാള കൊടവത്തുകുന്നിൽ വ്യാഴാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണ് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ തകർന്നു. ഇരിങ്ങാലക്കുട സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലാണ് മരം വീണത്. ആർക്കും പരിക്കില്ല. കാറ്റിൽ തെങ്ങും തേക്കും വീണ് കാവനാട് അടുപ്പറമ്പിൽ വേണുവിന്റെ വീടിന്റെ ഒരു ഭാഗം തകർന്നു. ജാതിമരങ്ങൾ ഉൾപ്പെടെ വീണിട്ടുണ്ട്. വൈദ്യുതി തൂണുകളും തകർന്നിട്ടുണ്ട്. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന മനക്കൊടി പുള്ള റോഡ് കഴിഞ്ഞ 2 മാസമായി വെള്ളം കയറി അടഞ്ഞുകിടക്കുന്നതിനാൽ പ്രദേശത്തെ ടൂറിസം മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. 30ഓളം കുടുംബങ്ങളുടെ ഉപജീവന മാർഗം പ്രതിസന്ധിയിലായി. ജില്ലയിൽ ഇത്തരത്തിൽ വെള്ളം കയറി യാത്ര മുടങ്ങിക്കിടക്കുന്ന ഏക പൊതുമരാമത്ത് വകുപ്പ് റോഡാണിത്. വിനോദസഞ്ചാരികളുടെ വരവ് നിലച്ചതോടെ അരിമ്പൂർ ചാടൂർ പഞ്ചായത്തിലെ കുട്ടവഞ്ചി സവാരി, പെഡൽ ബോട്ടിംഗ്, കയാക്കിംഗ് തുടങ്ങിയ വിനോദ ഉപാധികളും തട്ടുകടകളുടെ പ്രവർത്തനവും പൂർണ്ണമായും സ്തംഭിച്ചു. ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ് ഓട്ടം നിർത്തുകയും ചെയ്തു. കരുവാലി, കുളവാഴ, ചണ്ടി എന്നിവ മനക്കൊടി ഫുൾ ഇറിഗേഷൻ കനാലിലും പെരുമ്പുഴ കനാലിലും അടിഞ്ഞ് ഒഴുക്ക് നിലച്ചതാണ് വെള്ളക്കെട്ടിന് കാരണം. കൂടാതെ കരുവന്നൂർ പുഴയിലെ മുനയംകെട്ട് പൂർണ്ണമായും പൊളിച്ചു നീക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും തുടർച്ചയായി ഏതാനും ദിവസം മഴ പെയ്യുന്നതോടെ
KLDC കനാലിൽ വെള്ളം നിറഞ്ഞ് PWD റോഡ് കവിഞ്ഞ് സമീപത്തെ വാരിയങ്കോൾ പടവിലെ കൃഷി നശിക്കുന്നതും ഇവിടെ പതിവാണ്. അതേസമയം മാസങ്ങളായി PWD റോഡ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്ഥിതിക്ക് മന്ത്രിതല ഇടപെടലിലൂടെ പരിഹാരം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കാണാൻ ഒരുങ്ങുകയാണ് സംയുക്ത കർഷക സമിതി. 15 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ഇരിങ്ങാലക്കുട സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ സഞ്ജീവിനെയാണ് ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ജഡ്ജ് വിവിജ സേതുമോഹനാണ് വിധി പ്രസ്താവിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 22 സാക്ഷികളെയും 23 രേഖകളും ഡിഫൻസ് ഭാഗത്തു നിന്നും 2 രേഖകളും കൂടാതെ ഈ കേസിലെ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ ഹാജരാക്കി തെളിവ് നൽകിയിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 45 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9210 രൂപ, പവന് 73,680 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭക്ഷണം കുറച്ച് മെലിഞ്ഞു. ജയിൽ ചാട്ടത്തിന് ഗോവിന്ദചാമി നടത്തിയത് മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങൾ. കൊടുങ്ങല്ലൂരിലെ TKS പുരത്ത് കാട്ടുപന്നി കിണറ്റിൽ വീണു. മാള കൊടവത്തുകുന്നിൽ വ്യാഴാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണ് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ തകർന്നു. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന മനക്കൊടി പുള്ള റോഡ് കഴിഞ്ഞ 2 മാസമായി വെള്ളം കയറി അടഞ്ഞുകിടക്കുന്നു. 15 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.